മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ലിംഗസമത്വമില്ലായ്മ പൂർണ്ണമായും തുടച്ചു നീക്കാൻ മോദി സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ M. അബ്ദുൽ സലാം മലപ്പുറത്ത് വാർത്താ ലേഖകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം മാറി ചിന്തിക്കുന്നു. മലപ്പുറത്ത് ഡിസാറ്റിസ്ഫൈഡ് ആൾക്കാരുണ്ട്. മലപ്പുറത്ത് മോഡിജിയോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. മോഡിജിയുടെ വികസന മന്ത്രം ഇവിടെയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഓപ്പണായിട്ട് വന്ന്, പർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഓപ്പണായിട്ട് വന്ന് മോഡിജിക്ക് ഓപ്പണായിട്ട് വോട്ട് ചെയ്യാനോ മോഡിയെ ഇഷ്ടപ്പെടുന്നു പറയാനോ ഉള്ള ശക്തിയില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പൊട്ടിച്ച് ഇവർ വെളിയിൽ വരും, മെയിൻ സ്ട്രീമുമായിട്ട് ചേർന്ന് നിൽക്കും. സ്വന്തം മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യ അവസരങ്ങൾ, അവകാശങ്ങൾ, സ്വാതന്ത്ര്യം ഒരുപോലെ ആയിരിക്കണം. മുത്തലാഖിൽ കുരുക്കിട്ട മുസ്ലിം സ്ത്രീകളുടെ കഷ്ടപ്പാടിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയത് മോദി സർക്കാരാണ്. അവരുടെ സന്തോഷം കറുത്ത വസ്ത്രത്തിനുള്ളിൽ ഒതുക്കി വച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ അവർ അത് ഫലപ്രദമായി വിനിയോഗിക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വ്യക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ നിന്ന് ഒരു പ്രതിനിധി പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഇല്ലാതിരുന്നിട്ടും മലപ്പുറത്തിന് വേണ്ടി നിരവധി വലിയ വികസന പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒന്നും രണ്ടും മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് രാജ്യത്തുണ്ടായ വികസനം ലോക രാജ്യങ്ങൾ പോലും അമ്പരപ്പോടെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കും അമ്പരപ്പ് ഉണ്ടാകുന്നുണ്ടെങ്കിലും പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രം. മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുന്നത് ഇക്കുറി 370 മുതൽ 411 വരെ സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും. വിവിധ സർവേയുടെ കണക്ക് പ്രകാരം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന സൂചനകളാണ് നൽകുന്നത്. സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.